ലോകത്തിലെ പല ജയിലുകളിലും ബാൻ ചെയ്യപ്പെട്ട ഒരു ബുക്കുണ്ട്, ദ 48 ലോസ് ഓഫ് പവർ ബൈ റോബർട്ട് ഗ്രീൻ. വലിയ വലിയ ലീഡേഴ്സും സക്സസ്ഫുള്ളുമായ ആൾക്കാർ സീക്രട്ട് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഈ ബുക്കിലെ കാര്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. ലോ നമ്പർ 1, നെവർ ഔട്ട്ഷൈൻ ദി മാസ്റ്റർ. നമ്മൾക്ക് നമ്മുടെ ബോസിനേക്കാൾ ടാലന്റും സ്കില്ലും ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ബോസിന്റെ മുന്നിൽ നമ്മൾ കാണിക്കരുത്. നമ്മുടെ ടാലന്റും സ്കില്ലും ബോസിന്റെ പൊസിഷനെ ബാധിക്കുമെന്ന് കണ്ടാൽ ബോസ് ചിലപ്പോൾ നമ്മളെക്കാൾ ലെസ് ഇന്റലിജന്റ് ആയ ആൾക്കാരെ വെച്ച് റീപ്ലേസ് ചെയ്യും. നമ്മൾ എപ്പോഴും ബോസിന് സുപ്പീരിയോറിറ്റി കൊടുക്കുക. ലോ നമ്പർ 2, നെവർ പുട്ട് ടു മച്ച് ട്രസ്റ്റ് ഇൻ ഫ്രണ്ട്സ്, ലേൺ ഹൗ ടു യൂസ് എനിമീസ്. നമ്മൾ ഫ്രണ്ട്സിനെ ഒരു ജോലിക്ക് ഹയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം നമ്മൾക്ക് ശരിക്കും നമ്മുടെ ഫ്രണ്ട്സിനെ അറിയില്ല. ചിലപ്പോൾ ഫ്രണ്ട്സിന് നമ്മളോട് അസൂയ ഉണ്ടാവാം. പിന്നെ ഫ്രണ്ട്സ് ആവുമ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിനും എഗ്രി ചെയ്യും, ആർഗ്യുമെന്റ് ഒഴിവാക്കാൻ വേണ്ടി. ഇത് നമ്മുടെ പവറിനെ ലിമിറ്റ് ചെയ്യും. ഇൻ ദി എൻഡ്, സ്കിൽ ആൻഡ് കോമ്പിറ്റൻസ് ആർ ഫാർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഫ്രണ്ട്ലി ഫീലിംഗ്. അതേ സ്ഥാനത്ത് നമ്മൾ എനിമീസിനെ ഹയർ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോട് എന്തൊക്കെയോ പ്രൂവ് ചെയ്യാനുണ്ടാവും. ഹു ഹാസ് സംതിങ് ടു പ്രൂവ് വിൽ മൂവ് മൗണ്ടൻ ഫോർ യു. ലോ നമ്പർ 3, കൺസീൽ യുവർ ഇന്റൻഷൻ. കുറേ ആൾക്കാർ ഓപ്പൺ ബുക്കാണ്. അവർ ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി അവരുടെ പ്ലാൻസും ഇന്റൻഷൻസും സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇത് ബാക്കിയുള്ള ആൾക്കാർക്ക് അവരെ തകർക്കാൻ എളുപ്പമാവും. ലോ നമ്പർ 4, ഓൾവേസ് സേ ലെസ് ദാൻ നെസസറി. കൂടുതൽ സംസാരിക്കുന്നവർക്ക് ആൾക്കാരെ മുന്നിൽ വില കുറവായിരിക്കും. പവർഫുള്ളായ ആൾക്കാർ എപ്പോഴും കുറച്ച് മാത്രമേ സംസാരിക്കൂ. നിങ്ങൾ എത്ര കുറച്ച് സംസാരിക്കുവോ അത്രയധികം ആൾക്കാർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഫൂളിഷായ കാര്യങ്ങൾ വിളിച്ചു പറയും. ലോ നമ്പർ 5, സോ മച്ച് ഡിപ്പെൻഡ്സ് ഓൺ റെപ്യൂട്ടേഷൻ, ഗാർഡ് ഇറ്റ് വിത്ത് യുവർ ലൈഫ്. ലോകം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ് നിങ്ങളുടെ പവർ. എപ്പോഴും എന്ത് വില കൊടുത്താണെങ്കിലും നിങ്ങളുടെ ഇമേജ് ക്ലീൻ ആക്കി വെക്കുക. ലോ നമ്പർ 6, കോട്ട് അറ്റൻഷൻ അറ്റ് ഓൾ കോസ്റ്റ്. നമ്മൾ ഒളിച്ചിരുന്നത് കൊണ്ട് കാര്യമില്ല. ലോകം എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഫേമസ് ആയ ആൾക്കാരെയാണ്. എല്ലാം ജഡ്ജ് ചെയ്യുന്നത് അപ്പിയറൻസ് വെച്ചാണ്. നിങ്ങൾ ഒരു കാര്യത്തിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു വെറൈറ്റി കൊണ്ടുവരിക, ഡ്രസ്സിങ്ങിലായാലും സംസാരത്തിലായാലും. ലോ നമ്പർ 7, ഗെറ്റ് others ടു ഡു ദ വർക്ക് ഫോർ യു ബട്ട് ഓൾവേസ് ടേക്ക് ദ ക്രെഡിറ്റ്. എല്ലാ കാര്യവും നിങ്ങൾ തന്നെ ചെയ്യണമെന്നില്ല. സ്മാർട്ടായ ആൾക്കാരെ വെച്ച് ചെയ്യിപ്പിക്കുക. ലാസ്റ്റ് ആ കാര്യത്തിന്റെ ക്രെഡിറ്റ് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ എനർജിയും ടൈമും വെറുതെ കളയരുത്. എക്സാമ്പിൾ, മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയിൽ കുറേ സ്മാർട്ടായ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. ബട്ട് അവസാനം എല്ലാ ക്രെഡിറ്റും ബിൽ ഗേറ്റ്സിന് തന്നെയാണ് പോകുന്നത്. ലോ നമ്പർ 8, മേക്ക് other people come to you, യൂസ് ബെയ്റ്റ് ഇഫ് നെസസറി. ആരുടെയും പുറകെ പോകരുത്. മറ്റുള്ളവർക്ക് വേണ്ട ഒരു കാര്യം നിങ്ങളെ കയ്യിലുണ്ടെന്ന് ബോധിപ്പിക്കുക. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിലായിരിക്കും. ലോ നമ്പർ 9, വിൻ ത്രൂ യുവർ ആക്ഷൻ, നെവർ ത്രൂ ആർഗ്യുമെന്റ്. ആൾക്കാരോട് തർക്കിച്ചിട്ട് വെറുതെ ടൈം കളയണ്ട. നിങ്ങൾ പറയുന്നത് ശരിയെന്ന് നിങ്ങളുടെ ആക്ഷനിലൂടെ കാണിക്കുക. വാക്കുകളേക്കാൾ പവർ ആക്ഷനിലാണ്.